ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്. ഓക്കെ, അത് കരിയർ ആവാം, റിലേഷൻഷിപ്പ് ആവാം, മണി മാറ്റർ ആവാം, ഹെൽത്ത് ആവാം, അങ്ങനെ എന്താണ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് എടുക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യേണ്ട, ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട എന്നൊരിക്കൽ കൂടി പറയുന്നു. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിലൊരു പ്ലാൻ തിരഞ്ഞെടുത്ത് നമ്മൾ പണം അടയ്ക്കുകയാണെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഓൺ കോളിൽ കാർഡ് ഷഫിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. നമുക്ക് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം. എന്താണ് ഇന്നത്തെ ഒരു ഗൈഡൻസ്, ഇന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡിൽ കാണിക്കുന്ന കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങൾ ഞാൻ പറയാം. 10, 7, 12, 1, 21, 2, 5, 10, 15, 2 റിപ്പീറ്റ് ആവുന്നുണ്ട്. പിന്നെ സോഡിയക് സൈൻ പറയുകയാണെങ്കിൽ കാപ്രിക്കോൺ വരുന്നുണ്ട്, ലിബ്ര വരുന്നുണ്ട്, സ്കോർപിയോ, പൈസസ്, ക്യാൻസർ, ജെമിനി, അക്വേറിയസ്, ഏരീസ്, അതുപോലെ തന്നെ ലിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സോഡിയക് സൈനുകളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്ക് ചിലപ്പോൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരോ അല്ലെങ്കിൽ സോഡിയക് സൈൻ ഉള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. ഇന്ന് എന്താ പറയുക, നിങ്ങളൊരു നെഗറ്റീവ് ഫേസിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മണി മാറ്റർ ആയിക്കോട്ടെ, ജോബ്, കരിയർ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിനും ഉൾക്കൊള്ളിച്ച് പറയുന്നത്. നിങ്ങളൊരു മോശപ്പെട്ട ഒരു നെഗറ്റീവ് തലത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്തേക്ക് വരാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കൊരു കൺട്രോളും ഇല്ലാതെ, ഓക്കെ, ഒരു ഭാഗ്യമില്ലാതെ നിങ്ങളിരിക്കുന്നൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു മത്സരത്തിനെ, ഈ ഒരു ചലഞ്ചിനെ നിങ്ങളതിനെ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. കാരണം അതിനെ പ്രതിരോധിച്ചേ പറ്റൂ. പ്രതിരോധിച്ച് അതിൻ്റെ ഒരു കൺട്രോള് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊരു ഇഷ്യൂ ആണെങ്കിലും അത്തരം ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുക. പിന്നെ ഇന്ന് നിശ്ചലമായിരിക്കുന്നൊരവസ്ഥയാണ്, ഹാങ്ക്ഡ് മാൻ അവസ്ഥയാണ്, സറണ്ടർ ചെയ്തിരിക്കുന്നൊരവസ്ഥ, ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആ കാര്യങ്ങളെ, ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു അവസ്ഥകളെ നിങ്ങൾ വേറൊരു വീക്ഷണകോണിൽ തലതിരിഞ്ഞ് ആണ് ഇപ്പോൾ നിങ്ങളതിനെ കാണുന്നത്. അതിൻ്റെ മറ്റൊരു വീക്ഷണകോണിൽ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഓക്കെ, മറ്റൊരു ഇതിൽ അത് വളരെയധികം നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പണ്ടത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടാകാം. ഇതൊരു സാക്രിഫൈസ് ആയോ, അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് മാറ്റം വന്നല്ലോ. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നല്ലോ. ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല ഒന്നും നിങ്ങൾക്ക് വർക്കാവുന്നത്. കാരണം നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും എല്ലാ തരത്തിലും, എല്ലാ സാഹചര്യങ്ങളാലും. അപ്പോൾ അതിൽ പ്രതിരോധിച്ച് നിൽക്കുന്നൊരവസ്ഥ കാര്യങ്ങളാണ്. കാരണം ഒരു നഷ്ടപ്പെട്ട ഒരു അവസ്ഥ. ഓക്കെ, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കുകയാണെങ്കിൽ കൂടുതലും ഒരു നഷ്ടം സംഭവിച്ചൊരവസ്ഥ, അല്ലെങ്കിൽ അതങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നു. അത് അയ്യോ,
വല്ലാത്തൊരവസ്ഥയായി പോയി, ആ അവസരം നഷ്ടമായി എന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത് ധൃതി പിടിച്ച് ചെയ്തു, അതിലൊരു നഷ്ടം സംഭവിച്ചു, അത് വേണ്ടായിരുന്നു, ഒരു നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എന്നൊരവസ്ഥയിലിരിക്കുന്നവരുണ്ട്. കുറേ പേര് ഇത് മുൻകൂട്ടി കണ്ട് ഇപ്പോൾ അതിലൊരു ആശ്വസിച്ചിരിക്കുന്ന വ്യക്തികളും ഉണ്ടാകാം. കാരണം ഈ ഒരു ഇതിൽ ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് വഴക്കുകൾ, ചിലപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ ആവാത്തൊരവസ്ഥ, പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു വിജയിക്കേണ്ടി വരുന്നൊരവസ്ഥ, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ തരണം ചെയ്ത് പോകുന്നുണ്ടാകാം. നിങ്ങൾക്കൊരു വീക്ക്നെസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളുള്ളവർ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാകാം. പിന്നെ പറയുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലും നിങ്ങളെ സെൽഫ് കെയർ ആണ് നിങ്ങൾ ചെയ്യുന്നത്, സെൽഫ് ലവ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഒരാളെ ആശ്രയിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. കാരണം നിങ്ങളുടെ അത്രയൊരു സാഹചര്യമാണെങ്കിലും, നിങ്ങൾക്ക് ഇതിലെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, അത് പല രീതിയിലാവാം, മനസ്സംബന്ധമായിട്ടാകാം, ജോലിയാകാം, റിലേഷൻഷിപ്പ് കൊണ്ടാകാം, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഒരു പേഴ്സണൽ ഗോൾ എന്താണോ അതിലോട്ട് എത്താൻ സാധിക്കാത്തത്, പേടിച്ച് നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇനി എന്ത് എന്നറിയാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ കഴിയാതെ, അല്ലെങ്കിൽ നിങ്ങളെ സേഫാക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, നല്ല രീതിയിൽ പ്ലാനിങ് ഇല്ലാത്തൊരവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു പൂർത്തീകരണം കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഫുൾഫിൽമെൻറ്റ്, എല്ലാ തരത്തിലും ചിലപ്പോൾ ഒരു ട്രാവൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആഘോഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ അത് ഇന്ന് സംഭവിക്കുന്നുണ്ടാകാം. അത്തരം സാധ്യതകളെ പറയുന്നുണ്ട്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ഒരു 10 ഓഫ് കപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു ഡിവൈൻ ലവ്, ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു അലൈൻമെൻറ്റിലോട്ട് എത്തുന്നത്, ഒരു ടോട്ടലൊരു ഇന്നർ ഹാപ്പിനെസ്, ഒരു ഫുൾഫിൽമെൻറ്റ് തന്നെ. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുന്നു, ആ ഫാമിലി, ഒരു സപ്പോർട്ട്, ലവ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നൊരവസ്ഥ. അതുപോലെ തന്നെ നിങ്ങളെ സ്വീകരിക്കുന്നൊരവസ്ഥയാണ്. കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടാകാം, ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് വന്ന ആ പ്രശ്നങ്ങളെ നിങ്ങൾ സ്വയം അത് മറക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ക്ഷമിക്കുന്നുണ്ടാകാം, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. കുറേ പേര് ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തൊരു മണി മാറ്റർ, എന്തൊരു കാര്യത്തിലാണെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് വേണോ ഇത് വേണോ എന്നറിയാതെ തൂക്കി നോക്കുന്നൊരവസ്ഥ, അവോയ്ഡ് ചെയ്യുന്നൊരവസ്ഥ, അത്തരം ഒരു അവസ്ഥ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരറ്റത്ത് വന്നത് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്നൊരവസ്ഥ, ആൽക്കഹോൾ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ കാര്യങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഒരു കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ വീണ്ടും ആ പഴയ നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നൊരവസ്ഥയാവാം. റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഹെൽത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മൾ ഇത്രയും കാർഡ് എടുത്തിട്ട്, ഇതിപ്പോൾ ഇത്രയും നമ്മൾ കാർഡ് എടുത്തിട്ട് നിങ്ങളത് അധികം പേര് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം ഇതിൽ നിങ്ങൾ അധികം പേര് കാണുന്നില്ലെങ്കിൽ നമുക്ക് നോർമൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ലതായിരിക്കും. ഇതിലൊരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട. നമ്മൾ കുറച്ച് കാർഡ് എടുക്കുന്നു, ഇത് ഇന്നത്തെ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ അത് നോക്കാം. അത് ആകുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുകയാണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഗൈഡൻസ് പോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കാം, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു നിർബന്ധമില്ല, കാണണം താല്പര്യമുള്ളവർ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരിപാടി താല്പര്യമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നോർമൽ വീഡിയോസ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനു.